തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം. ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. നമ്മളമ്പ്രം പാവാമ്പ്രാട്ടി ആ മാണിക്കന്റെ ഒപ്പരം നടന്ന് നടന്ന് നമ്മളമ്പ്രം ചീത്തയായി പോയി. നിങ്ങളൊക്കെ ഓമന പേരിട്ട് വിളിച്ച ഈ താന്തോന്നി ഇവനാ ഗോവിന്ദൻകുട്ടി തമ്പുരാന്റെ കൂടെ ഉണ്ട്. നീ തമ്പുരാൻ പോന്ന് പറയണവരെ എന്നെ കൈവിടരുതേ. സാറ് വരണം. ഞാൻ സാറിനെ എന്തെങ്കിലും മീറ്റ് ചെയ്യുന്ന എനിക്കറിയാം. സാർ ഇരിക്കണം, ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഗതികെട്ട ഒരു പയ്യന്റെ മനസ്സ് ചേട്ടെങ്കിലും മനസ്സിലാക്കണം. എന്നോട് മാപ്പാക്കണം. എന്നാൽ ഇവനെ സമ്മതിക്കണം. ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. എടാ ചേർക്കോണം സ്വാമിയോട് വാശി വേണ്ട, നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ? നിങ്ങൾ അങ്ങ് സമ്മതിച്ചേക്ക്. അച്ചോ ഞങ്ങള് കൂനാമൂച്ചി. അച്ചോ ഞാൻ പറയാം, ഇത് ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം മുഴുത്തോരെ കാണുമ്പോ ഇത് ഞാൻ വിറയ്ക്കും. തന്റെ കുടലി ഞാൻ എടുക്കും. ഞാൻ പെണ്ണ് വേറെ. நீங்க இவ்ளோ பெரிய ஆளுன்னு நான் நினைக்கல. நெஞ்ச தொட்டுட்டேன்பா. பெரிய புத்திசாலி. ஒன்னும் அவசானிக்குന്നില്ല. பாப்போம். நன்றி, வணக்கம். வரட்டுமாடா கண்ணா. ഏത് നന്ദിയില്ലാത്തതാണ് പറഞ്ഞത്? ദോ അവൻ